സെക്കൻഡ് ഇയർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിനെ പറ്റിയായിരുന്നു പറഞ്ഞിരുന്നത്. ഡേറ്റാബേസ് എന്തുവാണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ്, ലെവൽസ് ഓഫ് അബ്സ്ട്രാക്ഷൻ, ഡേറ്റ ഇൻഡിപെൻഡൻസ്, ഡേറ്റാബേസ് യൂസേഴ്സ്, അതുപോലെ തന്നെ റിലേഷണൽ ഡേറ്റ മോഡലിനെ പറ്റിയും അതിൻ്റെ ടേംസിനെ പറ്റിയും, അതേപോലെ തന്നെ കീസ് പറ്റിയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പ്രതിപാദിച്ചത്. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷണൽ ഓൾജിബ്ര. റിലേഷണൽ ഓൾജിബ്ര എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഓപ്പറേഷൻസ് യൂസ്ഡ് ടു മാനിപ്പുലേറ്റ് റിലേഷൻസ് ഓൺ ഡേറ്റാബേസ്. അന്നേരം റിലേഷണൽ ഡേറ്റ മോഡലിനകത്ത് മെയിൻലി ഇറ്റ് കൺസിസ്റ്റ് ഓഫ് റിലേഷൻസ്, ദാറ്റ് ഈസ് റോസ് ആൻഡ് കോളംസ്. അന്നേരം ആ ഡേറ്റാബേസിനകത്ത് ഉള്ള ഡേറ്റാസ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറെ ഓപ്പറേഷൻസ് പഠിക്കുന്നുണ്ട്. ആ ഓപ്പറേഷൻസിന് നമ്മൾ പറയുന്നതാണ് റിലേഷണൽ ആൾജിബ്ര എന്ന് പറയുന്നത്. These operations are performed with the help of special language called query language. ഈ ഓപ്പറേഷൻ നമുക്ക് പെർഫോം ചെയ്യാൻ സഹായിക്കുന്ന ഒരു സ്പെഷ്യൽ ലാംഗ്വേജ് ആണ് നമ്മൾ പറയുന്നത് ക്വറി ലാംഗ്വേജ് എന്നുള്ളതാണ്. അത് അടുത്ത ചാപ്റ്ററിൽ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് ആ ഓപ്പറേഷൻസ് ഏതൊക്കെ രീതിയിൽ നമുക്ക് അത് പെർഫോം ചെയ്യാം എന്നുള്ളത് യൂസിങ് ദ ക്വറി ലാംഗ്വേജ്, സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് പഠിക്കാം. ഇപ്പോൾ റിലേഷണൽ ആൾജിബ്ര എന്ന് നോക്കുക. റിലേഷണൽ ആൾജിബ്ര എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഓപ്പറേഷൻസ് യൂസ്ഡ് ടു മാനിപ്പുലേറ്റ് റിലേഷൻസ് ഓൺ ദ ഡേറ്റാബേസ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് ദാറ്റ് ടേക്ക് one or more relations as input and produce a new relation as output. നമുക്ക് ഈ റിലേഷണൽ ആൾജിബ്രയിൽ നമുക്ക് ഏതൊക്കെ ഓപ്പറേഷൻസ് ആണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് മുമ്പ് ഈ ഓപ്പറേഷൻസ് ചിലപ്പോൾ ഒന്നോ അല്ലെങ്കിൽ അതിലധികമോ റിലേഷൻസ് ഇൻപുട്ടായിട്ട് കൊടുത്തിട്ട് നമുക്കൊരു പുതിയ റിലേഷൻ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നതാണ് ഈ ഓപ്പറേഷൻ്റെ രീതി എന്ന് പറയുന്നത്. നമുക്ക് ആ ഓപ്പറേഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. The fundamental operations in relational algebra are select, project, union, intersection, Cartesian product, set difference, etc. നമുക്ക് 1 by 1 ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അതിനു മുമ്പ് ജസ്റ്റ് ഏതൊക്കെയാണെന്നുള്ളതെന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളതിന് വേണ്ടി പറഞ്ഞതാണ് ഇത്. ഈ ഓപ്പറേഷൻസിനെ മെയിനായിട്ട് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. ഓപ്പറൻസിന്റെ രീതി അനുസരിച്ച് ഈ ഓപ്പറേഷൻസ് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. ഒന്ന് യൂണറി ഓപ്പറേഷനും പിന്നെ ഒന്ന് ബൈനറി ഓപ്പറേഷനും. യൂണറി ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ എന്തുവാ, ഒരു ഓപ്പറൻറ്റ് മാത്രം, ഒരു റിലേഷൻ മാത്രം വെച്ച് പെർഫോം ചെയ്യുക. അതിനെയാണ് യൂണറി ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അതിന് നമ്മൾ പഠിക്കുന്ന 2 ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് സെലക്റ്റും പ്രൊജക്റ്റും ആണ്. പിന്നെ ബാക്കിയുള്ളതെല്ലാം ബൈനറി ഓപ്പറേഷൻ ആണ്. എന്നുവെച്ചാൽ 2 റിലേഷൻസിൽ ഓപ്പറേറ്റ് ചെയ്യുക. അത് യൂണിയൻ ഓപ്പറേഷൻ ഉണ്ട്, അതുപോലെ തന്നെ സെറ്റ് ഡിഫറൻസ് ഓപ്പറേഷൻ ഉണ്ട്, ഇന്റർസെക്ഷൻ ഓപ്പറേഷൻ ഉണ്ട്, അതുപോലെ തന്നെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓപ്പറേഷൻസും ഉണ്ട്. 1 by 1 ആയിട്ട് നമുക്ക് ആ ഓപ്പറേഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് 1 എന്ന് പറയുന്നത് സെലക്ട് ഓപ്പറേഷൻ ആണ്. അതിന് മുമ്പ് ഈ ഒരു റിലേഷൻ നിങ്ങൾ ഓർത്ത് വെക്കുക. സ്റ്റുഡന്റ് എന്ന് പറയുന്ന റിലേഷൻ, അതിനകത്ത് 6 ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാ? ഒന്ന് അഡ്മിഷൻ നമ്പർ, റോൾ, നെയിം, ബാച്ച് കോഡ്, മാർക്ക്, റിസൾട്ട്. 6 ആട്രിബ്യൂട്ട്സും അതുപോലെ തന്നെ 8 ട്യൂപ്പിൾസ് അല്ലെങ്കിൽ റോസും ഉണ്ട്. അതിനകത്ത് കൊടുത്തിരിക്കുന്ന വാല്യൂസും ഒക്കെ നോക്കുക. കാരണം ഇത് നമുക്ക് സെലക്ട് ഓപ്പറേഷനും പ്രൊജക്റ്റ് ഓപ്പറേഷനും വേണ്ടിയൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു റിലേഷനാണ് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഫസ്റ്റ് നമുക്ക് സെലക്ട് ഓപ്പറേഷൻ എന്തോ നോക്കാം. സെലക്ട് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് സെലക്ട്സ് റോസ് ഫ്രം എ റിലേഷൻ ദാറ്റ് സാറ്റിസ്ഫൈ എ ഗിവൺ കണ്ടീഷൻ. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ സിഗ്മ. അന്നേരം നമുക്ക് സെലക്ട് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് സെലക്ട്സ് റോസ് ഫ്രം എ റിലേഷൻ. ഒരു റിലേഷനിൽ നിന്നും പർട്ടിക്കുലർ റോ അല്ലെങ്കിൽ ട്യൂപ്പിൾസ് സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ സെലക്ട് ഓപ്പറേഷൻ. അത് ഏതെങ്കിലും ഒരു കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്തിട്ട് നമുക്ക് റോസ് സെലക്ട് ചെയ്യാം.
അത് ഡിനോട്ട് ചെയ്യുന്നത് നമുക്ക് സിഗ്മ എന്നുള്ളതാണ്, ചെറിയ സിഗ്മ, ഗ്രീക്ക് ലെറ്റർ സിഗ്മയാണ്. ഒരു എക്സാമ്പിൾ നോക്കാം. ടു സെലക്ട് ഓൾ ദ സ്റ്റുഡൻസ് ഹു ആർ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ്. ഹയർ സ്റ്റഡീസിന് എലിജിബിൾ ആയിട്ടുള്ള എല്ലാ സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ്. ഇതിൽ നമുക്ക് തൊട്ട് മുമ്പ് കണ്ട സ്റ്റുഡന്റ് എന്ന് പറയുന്ന റിലേഷനകത്തു നിന്നാണ് നമ്മൾ എടുക്കുന്നത്. അതിനകത്ത് എഴുതുന്ന രീതി നോക്കുക. സിഗ്മ അതിന്റെ താഴെയായിട്ട് റിസൾട്ട് ഈക്വൽസ് EHS. എല്ലാ റിസൾട്ട് എന്ന് പറയുന്നത് ഹയർ സ്റ്റഡീസിന് എലിജിബിൾ ആയിട്ടുള്ളതല്ലേ. എന്നാൽ നമ്മളത് എടുക്കുന്ന ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ റിസൾട്ട് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടാണ്. അതുകൊണ്ടാണ് റിസൾട്ട് ഈക്വൽസ് EHS എന്ന് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബ്രാക്കറ്റിൽ ആ ടേബിളിന്റെ പേരും കൊടുത്തു, സ്റ്റുഡന്റ് എന്ന് പറയുന്ന ടേബിളിന്റെ പേരും കൊടുത്തു. അതിന്റെ റിസൾട്ട് വന്നിരിക്കുന്നത് കണ്ടോ, മൊത്തം 8 എണ്ണത്തിൽ 3 എണ്ണം NHS ആയിരുന്നു. നോക്കാം, പഴയ ആ ടേബിളിലേക്ക് ഒന്നുകൂടെ ഒന്ന് പോകാം. ആ EHS എത്ര എണ്ണം ഉണ്ട്, NHS എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുക. ഉണ്ടോ, പഴയ ടേബിളിനകത്ത് മൊത്തം 8 റോസ് അല്ലെങ്കിൽ 8 ട്യൂപ്പിൾസ് ഉള്ളതിൽ EHS എന്ന് പറയുന്നത് 5 എണ്ണേ ഉള്ളൂ. ബാക്കി 3 എണ്ണം NHS ആണ്, നോട്ട് എലിജിബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്റ്റുഡൻസ് റിലേഷനകത്ത് റിസൾട്ട് എന്ന് പറയുന്ന 5 എണ്ണേ വരുത്തുള്ളൂ. EHS ആയിട്ടുള്ളവരുടെ മാത്രം റിസൾട്ടാണ് വരുന്നത്. ഇതാണ് സെലക്ട് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഈ രീതിയിൽ നമുക്ക് സെലക്ട് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റും. നോക്കുക, സെലക്ട് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഒരു കറസ്പോണ്ടിങ് റോ നമുക്ക് സെലക്ട് ചെയ്യാം. ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നോ ആ സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള റോസ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇറ്റ് സെലക്ട്സ് റോസ് ഫ്രം എ റിലേഷൻ ദാറ്റ് സാറ്റിസ്ഫൈസ് എ ഗിവൺ കണ്ടീഷൻ. ആണ് സെലക്ട് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കുക, പ്രൊജക്ട് ഓപ്പറേഷൻ. പ്രൊജക്ട് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് സെലക്ട്സ് ആട്രിബ്യൂട്ട്സ് ഫ്രം എ റിലേഷൻ. നമുക്കൊരു ആട്രിബ്യൂട്ട് സെലക്ട് ചെയ്യാം. സെലക്ട് ഓപ്പറേഷൻ എന്ന് പറയുന്നത് റോസ് ആണ് അല്ലെങ്കിൽ ട്യൂപ്പിൾസ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ പ്രൊജക്ട് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ആട്രിബ്യൂട്ട്സ്, കോളംസ് ആണ് സെലക്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ പൈ സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇറ്റ് ഗീവ്സ് ദ വെർട്ടിക്കൽ സബ്സെറ്റ്സ് ഓഫ് റിലേഷൻ. അപ്പം ഡിഫറൻസ് ബിറ്റ്വീൻ സെലക്ട് ആൻഡ് പ്രൊജക്ട് ഓപ്പറേഷൻസ് ചോദിക്കാം. അന്നേരം സെലക്ട് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഗീവ്സ് ദ റോസ് അല്ലെങ്കിൽ ട്യൂപ്പിൾസ് from the relation that satisfy given conditions. Here project operation selects the attributes from the relation that gives the satisfy given conditions. Okay, ഇവിടെ നോക്കാം. നമുക്കൊരു ആ സ്റ്റുഡന്റ് എന്ന് പറയുന്ന റിലേഷനകത്തുനിന്ന് നമുക്ക് നെയിമും മാർക്കും മാത്രം സെലക്ട് ചെയ്യാം. ഞാൻ എഴുതിക്കുന്നുണ്ട് പൈ നെയിം മാർക്സ് ബ്രാക്കറ്റിൽ സ്റ്റുഡന്റ്. അന്നേരം നെയിമും മാർക്കും മാത്രമായിട്ടുള്ള ഒരു കോളംസ് നമുക്ക് മൊത്തം 8 റോസ് ഉണ്ടായിരുന്നു. ആ 8 റോസിലെയും പേരും മാർക്കും മാത്രം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതാണ് പ്രൊജക്ട് ഓപ്പറേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ എക്സാമ്പിൾ, വേറൊരു എക്സാമ്പിൾ നോക്കുക. സെലക്ട് അഡ്മിഷൻ നമ്പർ നെയിം ഓഫ് സ്റ്റുഡൻസ് ഹു ആർ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ്. ഹയർ സ്റ്റഡീസിന് എലിജിബിൾ ആയിട്ടുള്ള ആളുകളുടെ അഡ്മിഷൻ നമ്പറും നെയിമും വേണം. അന്നേരം നമുക്ക് ആദ്യം എലിജിബിൾ ആയിട്ടുള്ള കുട്ടികളെ സെലക്ട് ചെയ്യണം. കാരണം ആദ്യം പർട്ടിക്കുലർ റോസ് സെലക്ട് ചെയ്തിട്ട് വേണം കോളംസ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട് സെലക്ട് ചെയ്യാൻ. എന്നാൽ ഇവിടെ പ്രോജക്റ്റും അതുപോലെ തന്നെ സെലക്ട് ഓപ്പറേഷനൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള റിസൾട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ എഴുതിയേക്കുന്നത് നോക്കുക. പൈ ADMN എന്നോ നെയിം. എന്നുവെച്ചാൽ നമുക്ക് അഡ്മിഷൻ നമ്പർ നെയിമുമാണ് വേണ്ടത്, അതിൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ് വേണ്ടത്, കറസ്പോണ്ടിങ് കോളംസ് ആണ് വേണ്ടത്. എങ്ങനെയുള്ളത്? ഹു ആർ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ്. ഹയർ സ്റ്റഡീസിന് എലിജിബിൾ ആയിട്ടുള്ള, അതിന് നമ്മൾ നേരത്തെ ഹയർ സ്റ്റഡീസിന് എലിജിബിൾ ആയിട്ടുള്ള നമ്മൾ സെലക്ട് ഓപ്പറേഷൻ വഴി ചെയ്തിട്ടുണ്ടായിരുന്നു. സിഗ്മ റിസൾട്ട് ഈക്വൽസ് EHS എന്നിട്ട് സ്റ്റുഡൻറ്റ്. ഇതാ ബ്രാക്കറ്റ്, 2 ബ്രാക്കറ്റും ക്ലോസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അന്നേരം നമുക്കിവിടെ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ടു കമ്പൈൻസ് ദ പ്രൊജക്റ്റ് ആൻഡ് സെലക്ട് ഓപ്പറേഷൻ. ഈ രീതിയിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഇതാണ് പ്രൊജക്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അന്നേരം അതിനകത്ത് വരാൻ ചാൻസ് ഉള്ള ചോദ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ സെലക്ട് ആൻഡ് പ്രൊജക്റ്റ് ഓപ്പറേഷൻ. അതേപോലെ തന്നെ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിന്റെ ഔട്ട്പുട്ട് എഴുതാൻ ആയിരിക്കും ചോദിക്കുന്നത്. അടുത്തത് നമുക്ക്
പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ആണ്. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് റിലേഷൻ, ബൈനറി ഓപ്പറേഷൻ ആണ്. അന്നേരം രണ്ട് റിലേഷൻസ് ഉണ്ടാവും ഇൻപുട്ട് ചെയ്യാൻ. ആ രണ്ട് റിലേഷൻസിലെയും പോസിബിൾ ആയിട്ടുള്ള എത്ര കോമ്പിനേഷൻസ് ഉണ്ടോ അത് റിസൾട്ട് ആയിട്ട് വരുന്നതാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇൻറ്റു എന്ന് ക്രോസ് നമ്മൾ പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് ക്രോസ് എന്നാണ്. എ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് റിട്ടേൺസ് ഓൾ ദ പോസിബിൾ കോമ്പിനേഷൻ ഓഫ് ട്യൂപ്പിൾസ് ഫ്രം ടു റിലേഷൻസ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ക്രോസ്. ക്രോസ് സിമ്പിൾ യൂസ് ചെയ്യും. എ ബി രണ്ട് റിലേഷൻസ് ആണെങ്കിൽ എ ക്രോസ് ബി എന്ന് പറയുന്നത് അത് തമ്മിലുള്ള പോസിബിൾ ആയിട്ടുള്ള കോമ്പിനേഷൻസ് ആയിരിക്കും. ഞാനൊരു എക്സാമ്പിൾസ് കൊടുത്തേക്കുന്നത് നോക്കാം. എ എന്ന് പറയുന്ന റിലേഷൻസിനകത്ത് രണ്ട് ഫീൽഡ് അല്ലെങ്കിൽ രണ്ട് ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് രണ്ട് ട്യൂപ്പിൾസ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. നെയിം, ഏജ്, രണ്ട് കോളംസ് അല്ലെങ്കിൽ രണ്ട് ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്ത് അതിനകത്ത് അജി 16, സാം 17 രണ്ട് വാല്യൂസ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ബി എന്ന് പറയുന്നതിനകത്ത് ക്ലാസ് എന്ന് പറയുന്ന ഒരു കോളം മാത്രമേ ഉള്ളൂ. അതിനകത്ത് രണ്ട് വാല്യൂ C1 C2. അത് തമ്മിലുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത് എന്തുമായിരിക്കും? ആദ്യത്തേനകത്ത് രണ്ട് വാല്യൂസും ഇപ്പോഴത്തേനകത്ത് രണ്ട് വാല്യൂസും ഉണ്ട്. എന്നിട്ട് തമ്മിലുള്ള പോസിബിൾ ആയിട്ടുള്ള എ ക്രോസ് ബി എന്ന് പറയുന്ന പോസിബിൾ കോമ്പിനേഷൻസ് റിസൾട്ട് നോക്കാം. നെയിം, ഏജ്, ക്ലാസ് ഒരുമിച്ച് വരും. എന്നിട്ട് അജി 16 C1, സാം 17 C2, പിന്നെ അജി 16 C2, സാം 17 C1. ചില മാക്സിമം നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഏതൊക്കെ കോമ്പിനേഷൻസ് നമുക്ക് എഴുതാൻ പറ്റും ആ രീതിയിലുള്ള റിസൾട്ട് ആയിരിക്കും നമുക്ക് കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൽ കിട്ടുന്നത്. It returns all the possible combination of tuples from two relations. It is denoted by cross symbol. Into symbol ആണ് പറയുന്നത് cross എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് വെച്ചാൽ യൂണിയൻ ഓപ്പറേഷൻ ആണ്. യൂണിയൻ ഓപ്പറേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം അതും ഒരു ബൈനറി ഓപ്പറേഷൻ തന്നെയാണ്. രണ്ട് റിലേഷൻസ് നിന്നും ഉള്ള രണ്ട് റിലേഷൻസിൽ നിന്നും പോസിബിൾ ആയിട്ട് വരുന്ന ട്യൂപ്പിൾസ്, പോസിബിൾ ആയിട്ട് വരുന്ന ട്യൂപ്പിൾസ് ആണ് ഇവിടെ യൂണിയൻ ഓപ്പറേഷനിൽ ഔട്ട്പുട്ടായിട്ട് വരുന്നത്. The union operation returns a relation that contains all the tuples from both the relations. രണ്ട് റിലേഷൻസിലും ഉള്ള മൊത്തം ട്യൂപ്പിൾസും നമുക്ക് റിസൾട്ട് ആയിട്ട് വരും. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ സിമ്പിൾ യു. യു എന്ന് പറയുന്ന ഒരു സിമ്പിളാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. The union operation takes place between two relations having same number and same types of attributes. ഈ യൂണിയൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യണമെങ്കിൽ നമുക്ക് രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അതിൽ ഒന്ന് ഒരേ തരത്തിലുള്ള ആട്രിബ്യൂട്ട്സ് ആയിരിക്കണം, അതുപോലെ തന്നെ ഒരേ നമ്പർ എണ്ണവും അതേപോലെ ഒരുപോലുള്ളതായിരിക്കണം ആട്രിബ്യൂട്ട്സിൻ്റെ. പിന്നെ അതിൻ്റെ റിസൾട്ട്സ് രണ്ട് റിലേഷൻസിലും ഒരേപോലുള്ള വാല്യൂസ് ഉണ്ടെങ്കിൽ അതിൽ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് എലിമിനേറ്റ് ചെയ്യും റിസൾട്ടിനകത്തുനിന്ന്. ഒരെണ്ണം മാത്രമേ നമുക്ക് ഔട്ട്പുട്ടായിട്ട് വരത്തുള്ളൂ. അതിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. നോക്കുക, രണ്ട് റിലേഷൻസ് എ ആൻഡ് ബി. അതിനകത്ത് കൊടുത്തേക്കുന്ന ആട്രിബ്യൂട്ട്സ് നോക്കുക. എ എന്ന് പറയുന്നതിനകത്ത് റോൾ നമ്പർ നെയിമാണ്, ബി എന്ന് പറയുന്നതിനകത്തും സെയിം റോൾ നമ്പർ നെയിം എന്നാണ്. അതിനകത്ത് ഞാൻ എയ്ക്കകത്ത് 3 വാല്യൂസ് അല്ലെങ്കിൽ 3 റോസ് ഇൻസർട്ട് ചെയ്തിട്ടുണ്ട്, ബിക്കകത്ത് 3 റോസ് ഇൻസർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 101 അജി എന്ന് പറയുന്നത് രണ്ടിനും കോമൺ ആയിട്ടുള്ളതാണ്. അങ്ങനെ നമുക്ക് അതിനകത്ത് നിന്നും വരുന്ന മാക്സിമം പോസിബിൾ കോമ്പിനേഷൻ എ യൂണിയൻ ബി എന്ന് പറയുന്നത് റോൾ നമ്പർ നെയിം അത് തന്നെ ആട്രിബ്യൂട്ട്സ് ഇത് വരുന്നത്. എന്നിട്ട് 101 അജി, 102 അജു, 103 ലാൽ, 104 സാം, പിന്നെ 107 ജോസ്. ബിക്കകത്തുള്ള 101 അജി നേരത്തെ എയ്ക്കകത്തുള്ളതുകൊണ്ട് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വരത്തില്ല, എലിമിനേറ്റ് ചെയ്ത ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ്. പിന്നെ മാക്സിമം പോസിബിൾ കോമ്പിനേഷൻസിനകത്തിൽ രണ്ടിലെയും റോസിൽ ഉള്ള റിസൾട്ട് ആയിരിക്കും നമുക്ക് യൂണിയൻ ഓപ്പറേഷനായിട്ട് കിട്ടുന്നത്. നെക്സ്റ്റ്, ഇന്റർസെക്ഷൻ ഓപ്പറേഷൻ. ഇന്റർസെക്ഷൻ ഓപ്പറേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് റിലേഷൻസിലും കോമൺ ആയിട്ട് വരുന്ന ട്യൂപ്പിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിസൾട്ടായിട്ട് നമുക്ക് റിട്ടേൺ ചെയ്ത് തരും.
it returns a result relations consisting of all tuples common to both the relations. It is denoted by the symbol u തിരിച്ചിടുന്നത് റാ പോലത്തെ സിമ്പിളാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുക. കൺസിഡർ റിലേഷൻസ് എ ആൻഡ് ബി, എയും ബിയും കഴിഞ്ഞ വാല്യൂ തന്നെ എടുക്കാം. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് രണ്ടിനും കോമൺ ആയിട്ടുള്ളത് 101 അജി എന്നുള്ളത് നമുക്ക് റിസൾട്ട് ആയിട്ട് വരും. ഇതാണ് ഇന്റർസെക്ഷൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. യൂണിയൻ എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ടിലെയും ഉള്ള എല്ലാ ട്യൂപ്പിൾസും നമുക്ക് ഒരുമിച്ച് എഴുതുവാണെങ്കിൽ ഇവിടെ രണ്ടിലും കോമൺ ആയിട്ടുള്ള ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാത്രം റിസൾട്ട് ആയിട്ട് കിട്ടുന്നതാണ് ഇന്റർസെക്ഷൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് സെറ്റ് ഡിഫറൻസ് ഓപ്പറേഷൻ ആണ്. സെറ്റ് ഡിഫറൻസ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് നോക്കുക. ഇറ്റ് റിട്ടേൺസ് എ റിലേഷൻ കൺസിസ്റ്റിംഗ് ഓഫ് ഓൾ ട്യൂപ്പിൾസ് അപ്പിയറിംഗ് ഇൻ ഫസ്റ്റ് റിലേഷൻ ആൻഡ് നോട്ട് ഇൻ സെക്കൻഡ് റിലേഷൻ. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ സിമ്പിൾ മൈനസ്. അന്നേരം ഇവിടെ സെറ്റ് ഡിഫറൻസ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് നമുക്ക് രണ്ട് റിലേഷൻസ് എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ റിലേഷൻസിൽ ഉള്ളത് എന്നാൽ രണ്ടാമത്തെ റിലേഷനിൽ ഇല്ലാത്തത് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. അതുകൊണ്ട് തന്നെ രണ്ട് റിലേഷൻസ് എയും ബിയും രണ്ട് റിലേഷൻസ് എടുക്കുകയാണെങ്കിൽ എ മൈനസ് ബി എന്ന് പറയുന്നത് ബി മൈനസ് എ എന്ന് പറയുന്നതും തുല്യമായിരിക്കത്തില്ല. കാരണം എ മൈനസ് ബി എന്ന് പറയുന്നത് എന്തുവാ, എയ്ക്കകത്തുള്ളതും ബിക്കകത്ത് ഇല്ലാത്തതുമായിട്ടുള്ള ട്യൂപ്പിൾസ് ആയിരിക്കും നമുക്ക് റിസൾട്ട് ആയിട്ട് അല്ലെങ്കിൽ റിലേഷൻസിലായിട്ട് ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത്. ബി മൈനസ് എന്ന് പറയുന്നതോ ബിക്കകത്തുള്ള റെക്കോർഡ്സ് അല്ലെങ്കിൽ ട്യൂപ്പിൾസ്, പക്ഷേ എയ്ക്കകത്ത് ഇല്ലാത്തത്. അതാണ് ബി മൈനസ് എന്ന് പറയുന്നത്. നമുക്ക് ആ എക്സാമ്പിൾ നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് റിലേഷൻ എ ആൻഡ് ബി. എ ബി രണ്ട് നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ നോക്കാം. സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ മനസ്സിലാകാൻ വേണ്ടി എഴുതുന്നേ ഉള്ളൂ. എ രണ്ട് റോൾ നമ്പറിനെയും രണ്ട് വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് 3 റെക്കോർഡ്സ് അല്ലെങ്കിൽ 3 ട്യൂപ്പിൾസും കൊടുത്തിട്ടുണ്ട്. 101 അജി, 102 അജു, 103 ലാൽ. ബി എന്ന് പറയുന്നത് 104 സാം, 101 അജി, 107 ജോസ്. ഇവിടെ എ മൈനസ് സി എന്ന് പറയുന്നത് എന്തുവാ, എയ്ക്കകത്തുള്ളതും എന്നാൽ ബിക്കകത്ത് ഇല്ലാത്തതുമായിട്ടുള്ള റിസൾട്ട്. എയ്ക്കകത്തുള്ളത് എന്തുവാണ്, 101 അജി, 102 അജു, 103 ലാലും ഉണ്ട്. പക്ഷെ ബിക്കകത്ത് ഇല്ലാത്തതും ആയിട്ടുള്ള 101 അജി രണ്ടിനകത്തുള്ളതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ട് എയ്ക്കകത്തുള്ളതും ബിക്കകത്ത് ഇല്ലാത്തതുമായിട്ടുള്ള 102 അജു, 103 ലാൽ ആണ് നമുക്ക് റിസൾട്ട് ആയിട്ട് വരുന്നേക്കുന്നത്. അതുപോലെ തന്നെ ബി മൈനസ് എ നോക്കിയാലോ, 101 അജി ഉണ്ട്, രണ്ടിലും ഉണ്ട്. അതുകൊണ്ട് ബിക്കകത്തുള്ളത് നോക്കുക, എയ്ക്കകത്തില്ലാത്തത് 104 സാം, 107 ജോസ്. ഈ രണ്ട് ട്യൂപ്പിൾസ് ബിക്കകത്തുണ്ട്, പക്ഷെ എയ്ക്കകത്തില്ല. അതുകൊണ്ട് ബി മൈനസ് എന്ന് പറയുമ്പോൾ ആ ഒരു റിസൾട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത്. ഇതാണ് നമുക്കവിടെ സെറ്റ് ഡിഫറൻസ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അന്നേരം റിലേഷണൽ ഓപ്പറേഷനകത്ത് റിലേഷണൽ ആൾജിബ്രയിൽ നമുക്ക് മെയിനായിട്ടും ഈ 7 ഓപ്പറേഷൻസ് ആണ് പഠിക്കാനുള്ളത്. ഒന്ന് സെലക്ട് ഓപ്പറേഷൻസ് ആൻഡ് പ്രൊജക്ട് ഓപ്പറേഷൻ. സെലക്ട് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് സെലക്ട്സ് particular tuples based on a condition. Project ആകുമ്പോഴോ it selects the attributes based on a conditions. പിന്നെ നമുക്ക് ഉള്ളത് കാർട്ടീഷ്യൻ പ്രോഡക്ട്സ്, അതുപോലെ തന്നെ യൂണിയൻ ഓപ്പറേഷൻ, ഇന്റർസെക്ഷൻ ഓപ്പറേഷൻ ആൻഡ് സെറ്റ് ഡിഫറൻസ് ഓപ്പറേഷൻസ്. ഇത് നല്ലപോലെ പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ഡേറ്റാബേസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് തിയറി ആണെങ്കിലും ക്വസ്റ്റ്യൻസ് ഒരുപോലെ ചോദിക്കുന്നതാണ്. കാരണം ഈ ഒരു ട്യൂപ്പിൾസ് അല്ലെങ്കിൽ RDBMS-നെ ബേസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് അടുത്ത ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുള്ളത്. SQL എന്ന് പറയുന്നത്, സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ പഠിക്കാനുള്ളത് ഡേറ്റാബേസ് ലാംഗ്വേജ് ആണ്. കാരണം ഇത് അടിസ്ഥാനപരമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഈ റിലേഷണൽ ആൾജിബ്രയുടെ ഓപ്പറേഷൻസും അതുപോലുള്ള കാര്യങ്ങളും ഇതൊക്കെ തിയറി പോർഷൻസ് മാത്രമാണ് ഉള്ളത്. നമുക്ക് ലാബ് സെക്ഷനിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് SQL
എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തിലെ കാര്യങ്ങളായിരിക്കും നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ.